എല്ലാ വർഷം പോലെയും വേദ നഗരത്തിൽ ഹോഴ്സ് റൈഡിംഗിന്റെ മത്സരം നടക്കാൻ പോകുന്ന അറിയോ? നമ്മുടെ തൂഫാൻ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവൻ മാത്രമായിരിക്കും ജയിക്കാം. വേണ്ട രവ, ഇവനെ അവിടെ ആരെങ്കിലും കണ്ടാൽ പിന്നെ അവരെ ഇവിടെ പിടിച്ചോണ്ട് പോകും. ഇവൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് നല്ലത്. ഹലോ ജോണി, എല്ലാ വർഷവും വേദ നഗരത്തിലെ നാടൻ കടത്താനുള്ള പരിപാടിയായിട്ട് എന്തിനാ അങ്ങോട്ട് വരുന്നേ? ഇന്ന് വരെ താൻ ജയിച്ചിട്ടുണ്ടോ? പറ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സുഹൃത്തെ, എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്റെ കുതിരയ്ക്ക് തീരെ സുഖമില്ലെന്ന് തോന്നുന്നു. അതിനോടാൻ പറ്റില്ല. ഇനി ഞാൻ പോയി വേറൊരു കുതിരയായിട്ട് വരാനുള്ള സമയം ഇനി ഇവിടെ ഇല്ല. ഇതിന് നല്ല കടുത്ത പനിയുണ്ട്. ഇതിനെ ഞാൻ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല. റേസിന്റെ പേര് കേട്ടപ്പോഴേക്കും നിന്റെ ബോക്സർ കുതിരയ്ക്ക് പനി വന്ന് വരച്ചാ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. നീയും പോയി ഇതിന്റെ കൂടെ അവിടെ തന്നെ അഡ്മിറ്റ് ആയി കിടന്നോന്നേ. അങ്ങ് ക്ഷമിക്കണം. ഈ വർഷം വേദാനഗരത്തിൽ കുതിരകളുടെ ഓട്ട മത്സരം വളരെ ആർഭാടത്തോടെയാണ് ഞാൻ അനൗൺസ് ചെയ്തത്. നമ്മുടെ വേദാനഗരത്തിൽ നിന്നും ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനില്ല. അഥവാ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? തോറ്റു തൊപ്പിയിട്ട് വെറുതെ നാടിന്റെ പേര് നാണം കെടുത്താന്നല്ലാതെ. ഏതെങ്കിലും ഒരു റേസർ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേദാ സെറ്റിക്ക് ഒരു ട്രോഫി കിട്ടിയേനെ. എന്റെ മുത്തശ്ശ, ഇതിപ്പോ വലിയ പൊളിവാളായല്ലോ. നമ്മുടെ നഗരത്തിൽ മത്സരം വെച്ചിരിക്കണോ? നമ്മുടെ നഗരത്തിലുള്ള ആരും തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ നാണക്കേടാണ്. ഇനി എന്താ ചെയ്യും? പാർട്ടിസിപ്പേറ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും നടക്കും. ഈ തവണത്തെ റേസിൽ ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അതും എന്റെ ഉറ്റ സുഹൃത്തായ തൂഫാന്റെ കൂടെ. അല്ലെങ്കിലും അവനെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. നമ്മുടെ നഗരത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഞാൻ പങ്കെടുക്കാം. നാളെ കാണാം. മോനെ ശിവ, ഒന്നവിടെ നിക്ക്. എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോ. ഹേയ് തൂഫാൻ, ഇങ്ങോട്ട് വാ. ആ കുട്ടിയെ കണ്ടില്ലല്ലോ. അവൻ എന്നെ കണ്ട് പേടിച്ച് കാണും. മത്സരം തുടങ്ങാനായിട്ട് ഇനി 3 മിനിറ്റേ ബാക്കിയുള്ളൂ. വേദാ നഗരത്തിൽ നിന്നും ആരും തന്നെ വന്നിട്ടുമില്ല. എന്തായാലും ആ കാരണം കൊണ്ട് റേസ് തുടങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ.
ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ റേസ് നടക്കുന്നുണ്ട്. അതിൽ 4 തവണയും വീനസ് സിറ്റിയിലുള്ള റഫ്താർ സിംഗ് ആണ് ജയിച്ചിരിക്കുന്നത്. ഇത്തവണ മറ്റാരെങ്കിലും ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, വളരെ പ്രായം കുറഞ്ഞ ശിവ ഈ റേസിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ് ശിവ. കുതിര റേസ് ചെയ്യുമ്പോ താഴെ വീഴുന്നത് പതിവാണ് കേട്ടോ, സൂക്ഷിച്ചാ നല്ലത്. താഴെ വീണാലും ഞാൻ വീണ്ടും കുതിര പുറത്ത് കയറും, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു തവണ റേസിന്റെ സമയത്ത് താഴെ വീണാൽ നട്ടല്ലൊടിഞ്ഞവൻ പിന്നെ തിരിച്ചു കയറാനാവില്ല. എന്നാലും ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ റേസ് കോഴ്സിൽ 3 റൗണ്ടുകളാണ് എടുക്കേണ്ടത്. അതിൽ 3rd റൗണ്ട് ഫൈനൽ റൗണ്ട് ആണ്. റിമെമ്പർ 3 റൗണ്ട്സ് ഓഫ് ദിസ് കോഴ്സ്. ഓക്കേ എവരിവൺ, റെഡി, ഗെറ്റ് സെറ്റ്, ഗോ. ശിവ, ഇതെന്താ വല്ല ട്രെയിനോ മറ്റാണോ? റേസ് കഴിഞ്ഞിട്ടേ ഇത് നിൽക്കുകയുള്ളൂ. നിന്റെ അവസാനത്തെ ഹോഴ്സ് റേസിംഗ് ആയിരിക്കും കുട്ടി. എന്നെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? ഇപ്പൊ കാണാം. ശിവ, ഓ നോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്താ മുന്നോട്ട് പോകാതെ അവിടെ തന്നെ നിൽക്കുന്നേ? ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താന്നറിയില്ല, തൂഫാൻ വേഗത്തിൽ പോകുന്നില്ല. തൂഫാൻ ഒരു കാട്ടുകുതിര ആയതുകൊണ്ട് ബെൽറ്റ് ഇട്ടത് അതിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല. നീ ബെൽറ്റ് എടുത്ത് മാറ്റുകയാണെങ്കിൽ അവൻ വേഗത്തിൽ ഓടും. യെസ് രേവ, ഗുഡ് ഐഡിയ. ഇനി കുറച്ച് ദൂരേ ഉള്ളൂ. ഫുൾ സ്പീഡിൽ നമുക്ക് വേഗം ഓടിച്ചേക്കണം. ഇത് നമ്മുടേത് മാത്രമല്ല, വേദ നഗരത്തിന്റെ അഭിമാനം കൂടിയാണ്.
ആ